ഞാൻ വൈറ്റോടൊക്കെ ഇരിക്കുകയല്ലേ അമ്മ, ഞാൻ എങ്ങനെ നിങ്ങളെ കൂടെ വരും, ഞാൻ ചേട്ടൻ്റെ കൂടെ പോട്ടെ എന്ന് ഞാനിങ്ങനെ അമ്മയുടെ നിഷ്കളങ്കമായി ഇങ്ങനെ നോക്കി ഇങ്ങനെ ചോദിച്ചപ്പോൾ എങ്കിൽ നീ ആയി നിൻ്റെ പാടാ, ഇനി ഞങ്ങൾ തമ്മിലൊരു ബന്ധമില്ലെന്ന് എൻ്റെ ആങ്ങളെ പറഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ച് ചേട്ടൻ വീട്ടിൽ കൊണ്ടുവന്നു കേട്ടോ. എന്നിട്ട് ചേട്ടൻ പറയാം, ഞാൻ വിചാരിച്ചു ഇയാൾ അമ്മയുടെ കൂടെ പോകുമെന്ന് വിചാരിച്ചു, പിന്നെ ഞാൻ പറഞ്ഞ് ഞാൻ ഇങ്ങനെയൊക്കെ ഇരിക്കുകയല്ലേ, അതുകൊണ്ടാണ് ഞാൻ പോവാൻ. അങ്ങനെ തന്നെ അവർക്ക് വേണം, ഇത്രയും കാണിച്ചു കൂട്ടിയുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളെന്നാലും അങ്ങനെ അമ്മയെ അടിച്ചിറക്കില്ലാതെ അവർ സംസാരിച്ച രീതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അന്ന് ആ സംസാര രീതി അങ്ങനെയൊക്കെ നടന്നു പോയി. പിന്നെ അങ്ങോട്ട് ഞാൻ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അമ്മ എന്നോട് പറഞ്ഞു, എന്തിനാ വന്നത്, ഇവിടെ വരരുത് എന്ന് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ പോയപ്പോൾ. അപ്പോൾ എന്താ അമ്മ എന്നാൽ അവൻ ഇവിടെ വിളിച്ചുകൊണ്ട് പോകും, അവൻ എനിക്ക് വീട് വിലയ്ക്ക് ഇവിടുന്ന് പറഞ്ഞു വിടണം, നീ വിളിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എന്നെ കൊണ്ട് അതിന് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി മേലെ നീ ഇവിടെ കയറിയേക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ശരിയെങ്കിൽ ഞാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ ചേട്ടൻ്റെ വിളിഞ്ഞ് വന്നു. ചേട്ടൻ വീട്ടിലോട്ട് വന്നില്ല, വഴി വരെ വന്നതേ ഉള്ളൂ. അപ്പം ഞാൻ വീട്ടിൽ വന്നു. അങ്ങനെ 3-5 ദിവസം വീണ്ടും പോയപ്പോഴത്തേക്ക് ചേട്ടൻ വീണ്ടും തുടങ്ങി പയ്യെ സുഖം കുടിയും, വീട്ടിൽ വരത്തില്ല, 3 മണി 4 മണിയാകുമ്പോഴത്തേക്ക് വരൽ. അങ്ങനെ ഞങ്ങൾ തമ്മിൽ വീണ്ടും കുറവായി. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ചേട്ടൻ ഇങ്ങനെ പോകുകയാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞു.